ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകമച്ചാമത്താം ധർമ്മസ്മൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തില് 26-ാമത്തെ ശ്ലോകം തൊട്ട് ശ്രദ്ധിക്കുക. യാവത് സംജായതേ കിഞ്ചിത് സത്വം സാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗാ തത്വതീ ഭരതക്ഷപ. അല്ലയോ അർജുന, സ്ഥാവരമായോ ജംഗമമായോ യാതൊരു വസ്തുവെങ്കിലും ഉണ്ടാകുന്നുവോ അത് ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗത്താലാണെന്ന് അറിഞ്ഞാലും സർവചരാചരങ്ങളും പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് താല്പര്യം. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാവരമായിട്ടോ ജംഗമമായിട്ടോ എന്തൊക്കെ സകല ചരാചരങ്ങളും, ഈവൻ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും അമീബ മുതൽ ആന വരെയുള്ള സകല ജീവജാലങ്ങളും ഈ പർവ്വതങ്ങളും ഇല്ലേ, ഭൂമിയിലുള്ള സകല സ്ഥല ജല ബന്ധത്തിലുള്ള സ്ഥാവരമായിട്ടോ ജംഗമമായിട്ടോ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഈശ്വര പ്രകൃതിയുടെ സംയോഗത്താലാണ്. അതായത് പുരുഷ പ്രകൃതി സംയോഗത്തിലൂടെ, അതായത് ജീവനും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ ക്ഷേത്രജ്ഞ സംയോഗത്തിൽ നിന്നാണ് ഈ ജഗത്ത് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് എല്ലാത്തിനും ആധാരഭൂതമായിരിക്കുന്ന ബ്രഹ്മശക്തിയും അതോടൊപ്പം പ്രത്യക്ഷ ഭാവത്തിൽ ഏതേത് രൂപത്തിൽ നാമരൂപങ്ങളിൽ അറിയപ്പെടുന്നുവോ, കാണപ്പെടുന്നുവോ, അനുഭവിച്ചറിയുന്നുവോ അതെല്ലാം അപരാശക്തിയാണ് ഗുരുവായൂരപ്പന്റെ, പരാശക്തിയാണ് ജീവൻ. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഈ ജഗത്ത് തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ശരീരങ്ങൾ ആയിക്കോട്ടെ, അത് സ്ഥാവരങ്ങളായിക്കോട്ടെ, ജംഗമങ്ങളായിക്കോട്ടെ, അചരങ്ങളായിക്കോട്ടെ, എന്തൊക്കെ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഉണ്ടോ, ഒന്നായി പറഞ്ഞാൽ ഈ ജഗത്ത് മുഴുവൻ തന്നെ, ഈ ലോകം മുഴുവൻ തന്നെ, ഈ പ്രപഞ്ചം തന്നെ ക്ഷേത്രജ്ഞ സംയോഗത്താലാണ് നിലനിൽക്കുന്നത്. അത് സൃഷ്ടിക്കപ്പെട്ടതും നിലനിൽക്കുന്നതും സംഭരിക്കപ്പെടുന്നതും ഒക്കെ ഈ ക്ഷേത്രജ്ഞ സംയോഗത്തിലൂടെയാണ്. ഇതിൽ ഈ ജഗത്ത് മുഴുവൻ നശിച്ചാലും അതിൽ ആദ്യകാരണമായിരിക്കുന്ന ബ്രഹ്മശക്തി എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. നമ്മുടെ ശരീരം നശിച്ചാലും നമ്മുടെ ജീവൻ നശിക്കാതെ ഇരിക്കുന്ന സനാതനമായിരിക്കുന്ന ശക്തിയാണ് ക്ഷേത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെ തന്നെയാണ് ഇത് നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത്. നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രജ്ഞ സംയോഗത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ഗുരുവായൂരപ്പന്റെ പരാശക്തിയും ശരീരം അപരാശക്തിയുമാണ്. ഇത് തമ്മിലുള്ള യോഗമാണ് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ശരീരവും ശരീരത്തിൽ അത് പറയാനുള്ള ചൈതന്യമായിട്ട് നിൽക്കുന്ന ജീവനും. ഇത് രണ്ടും ചേർന്നിരിക്കുമ്പോഴാണ് ഞാൻ എന്ന പ്രതിഭാസം അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിട്ടുള്ളത്, എൻ്റെ ഈ ശരീരം ജീവനോടെ നിലനിൽക്കുന്നത് എന്ന ഭാവം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അതാണ് ആ ഭാവന ചെയ്യാനേ സാധിക്കും. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ ഗുരുവായൂരപ്പന്റെ ശക്തിയാണ് എൻ്റെ ശരീരം എന്നും ജീവനെന്നും അത് ചേർത്ത് വെച്ചിരിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് ആത്യന്തികമായിട്ട് ഉറപ്പിക്കണം. അതാണ് യഥാർത്ഥ ബോധം. അല്ലാതെ നമ്മുടെ കേമത്വമൊന്നും അല്ല. നമ്മൾ അഹങ്കാരം കൊണ്ട് എൻ്റെ കേമത്വം കൊണ്ടാണ് ഞാൻ ജനിച്ചതെന്നോ ഞാനിപ്പോ ചെയ്യുന്നതൊക്കെ എൻ്റെ കേമത്വം കൊണ്ടാണ്, ഞാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും മാത്രമാണ് ശരി എന്നൊന്നും ധരിക്കേണ്ട. കാരണം നമ്മൾ കേവലം നിമിത്തം മാത്രമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളും ശരീരത്തിൽ അത് യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് ആത്യന്തികമായിട്ട് അറിയുക. അത് ശരീരത്തിലൂടെ ആദ്യം ബോധം വരുത്തണം. ബാക്കിയുള്ളതൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഈ സ്ഥാവരജംഗമമായിട്ടുള്ളത് മുഴുവൻ ഈശ്വരൻ്റെതാണ്, ഈശ്വരന്റെ സംയോഗത്താലാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചാലും ആദ്യം ഈശ്വര സാക്ഷാത്കാരം നമ്മുടെ ശരീരത്തിലൂടെ തന്നെ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനപ്പുറത്തേക്കുള്ളതിനെ മുഴുവൻ ആ കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ആത്യന്തികമായിട്ട്, അതുകൊണ്ട് ഇതിനു മുമ്പും ഭഗവാൻ പറഞ്ഞത് അത് തന്നെയാണ്. അത് ഉറപ്പിച്ചു തരുന്ന അന്യേത്യേവം അജാനന്ദ സുത്വാദ് അന്യേഭ്യ ഉപാസതേ തേ തപി ചാതിരന്ത്യേവ നൃത്യം സ്ഥിതിപരായണം.
അതായത് ഈ വിധം ഈ പറഞ്ഞ കാര്യങ്ങള് ധ്യാന ജ്ഞാന കർമ്മ മാർഗങ്ങൾ അറിഞ്ഞുകൂടാത്ത മറ്റുള്ളവരാകട്ടെ അന്യജനങ്ങളിൽ നിന്ന് അഥവാ ഗുരുക്കന്മാരിൽ നിന്നോ സജ്ജനങ്ങളിൽ നിന്നോ കേട്ടറിഞ്ഞ് ഉപാസിക്കണം. ശ്രവണപാരായണരായ അവരും മരണത്തെ അതിക്രമിക്കും. ഇത് ശരീരത്തിലൂടെ സാക്ഷാത്കരിക്കുക തന്നെ വേണം. നമുക്ക് സ്വയം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല. അതിനുള്ള നമുക്ക് ബുദ്ധിവൈഭവമില്ലേ, അതിനുള്ള ശ്രേഷ്ഠത നമുക്കില്ലെങ്കിൽ അതുപോലുള്ള സജ്ജനങ്ങളും സത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഈ ശക്തിയെ ഉപാസിക്കണം. അതായത് ശരീരത്തിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് പുറത്ത് ഓടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. എത്രയൊക്കെ ദർശനത്തിന് പോയാലും എത്രയൊക്കെ ജപതപാദികൾ ചെയ്താലും നമ്മുടെ ശരീരത്തിലൂടെ ഈശ്വരനെ അനുഭവിച്ചറിയാത്തിടത്തോളം കാലം സാക്ഷാത്കാരമാകില്ല. അത് ഭക്തിയുള്ളവർ പോലും അത് അങ്ങോട്ട് ഉറപ്പിച്ച് വിശ്വസിക്കുന്നില്ല. ആ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്നർത്ഥം. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് തന്നെ ഗുരുവായൂരപ്പനാണ് എന്നുള്ള ബോധം ഉറയ്ക്കാത്തിടത്തോളം കാലം ബാക്കി പുറമേ ചെയ്യുന്ന പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും മുഴുവൻ അന്ധവിശ്വാസം. അതുകൊണ്ട് അന്ധവിശ്വാസം പോകണമെന്നുണ്ടെങ്കിൽ ആ ഈശ്വര ശക്തി നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. അതാണ് ധ്യാന ജ്ഞാന കർമ്മ മാർഗങ്ങൾ എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സും വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സും മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്ന് പറഞ്ഞാൽ ഈ തപസ്സാണ് ആദ്യം ചെയ്യേണ്ടത്. അതാണ് ബ്രഹ്മപ്രജാപതിയോടും ഭഗവാൻ ആദ്യത്തെ ഉപദേശം തപ 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 എന്ന്. തപസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഈ ധ്യാനം ജ്ഞാനം അതിൽ നിന്ന് കർമ്മമാർഗം. അതാണ് സൃഷ്ടി. എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ സൃഷ്ടിക്കണം എന്നറിയാമേലാതിരുന്ന ആ കർമ്മമാർഗത്തെ തെളിയിച്ചു കൊടുത്ത് ധ്യാനവും ജ്ഞാനവുമാണ്. അപ്പം ആ ധ്യാനം ചെയ്താൽ ജ്ഞാനം കിട്ടും. കാരണം നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലാത്തതല്ല എടുത്തുപയോഗിക്കാൻ പറയുന്നത്. നമ്മുടെ കയ്യിലുണ്ട്, അത് എടുത്തുപയോഗിക്കാൻ സാധിക്കാത്തവരാണ് ഗുരുക്കന്മാരിൽ നിന്നോ സജ്ജനങ്ങളിൽ നിന്നോ കേട്ടറിഞ്ഞ് ഉപാസിക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ കർമ്മമാർഗം നമുക്ക് തന്നെ കണ്ടെത്താം. നമ്മുടെ ജീവാത്മാവിനെ പറ്റി ചിന്തിച്ച് ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞാൽ, ആത്മജ്ഞാനം നേടിയാൽ, നമുക്ക് ആത്മജ്ഞാനം നേടാനാണ് ധ്യാനമൊക്കെ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ബാഹ്യമായതെല്ലാം വിട്ടിട്ട് കുറച്ചു നേരം മൗനമായിരുന്നിട്ട് തന്നിലുള്ള ശക്തിയെ തന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ അതിലൂടെ നമ്മുടെ കർമ്മമാർഗം തെളിയും. അതിനുള്ള അറിവ് നമുക്ക് കിട്ടും. അപ്പൊ അത് സാധിച്ചില്ലെങ്കിലാണ് സജ്ജനങ്ങളെ, രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് നമുക്ക് സജ്ജനങ്ങളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കാൻ പറയുന്നത്. നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കാത്ത കാര്യത്തിന് മതിയില്ല മറ്റൊരാളെ ആശ്രയിക്കണ്ടു. അതുകൊണ്ടാണ് എഴുതുക, അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ഒരിക്കലും ആശ്രയിക്കുക. നമുക്ക് ചെയ്യാനും എളുപ്പമാണ്, സ്വയം ചെയ്യാൻ എളുപ്പമാണ്, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പാടാ. അപ്പൊ നമുക്കുള്ള ഉപദേശം നേടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗുരുവിന്റെ അടുത്ത് പോയാൽ പോലും നമുക്ക് കിട്ടേണ്ടതായ ഉപദേശം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാ. ചെയ്യാൻ എളുപ്പമാണ്, ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര തത്വദർശിയായ ഗുരുവാണെങ്കിൽ പോലും ആ ഗുരുവിനെ സമീപിച്ചിട്ട് ജ്ഞാനം ഈ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. അതിനുള്ള സേവനവും ഇല്ലേ, നമസ്കാരവും അദ്ദേഹത്തെ സ്തുതിക്കുകയോ എന്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ സ്വയം നേടാൻ പറ്റാത്തതിനാണ് ഭഗവാൻ മറ്റൊരാളെ ആശ്രയിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാർപ്പണ്യദോഷ ഉപഗത സ്വഭാവക വൃച്ചാമത്താം ധർമ്മസുമൂഢ ചെയ്ത ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേകം ശാതിമാം താം പ്രപന്നം. നമ്മൾ അത്ര ശ്രേഷ്ഠത നേടിയാൽ നിങ്ങളൊരു ഗുരുവിന്റെ പോലും അഭിപ്രായം, ഗുരുവായൂരപ്പൻ തന്നെ. അപ്പൊ ആ ഗുരുവിനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാതെ കിട്ടും. പിന്നെ മറ്റൊരാളെ അതിനു വേണ്ടിയിട്ട് തേടി പോകേണ്ടതില്ലല്ലോ. ഈ തേടിപ്പോയാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് മറ്റൊരാളിൽ നിന്ന് നേടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ത്യാഗം സഹിക്കണം. അത്ര എളുപ്പമൊന്നും കിട്ടില്ല. അതിന് ശരീരം കൊണ്ടും ക്ലേശം വേണ്ടി വരും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ക്ലേശം സഹിക്കണം. അതേസമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്വയം ചെയ്താലോ, സ്വയം നേടാവുന്നതേ ഉള്ളൂ. അത് പറ്റിയില്ലെങ്കിൽ മാത്രമേ മറ്റൊരാളെ ആശ്രയിക്കാം. അത് തീരെ ഉറപ്പിക്കണം, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരാള് അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ തന്നെ തത്വദർശികളായിട്ടുള്ള അനുഭവജ്ഞാനമുള്ളവരെ സമീപിക്കണമെന്നും ഭഗവാൻ പറഞ്ഞിട്ട്, വെറുതെ ആരെങ്കിലും ഗുരുവായിട്ട് കണ്ടെത്തി കണ്ടതും കേട്ടതും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടിട്ട് നമുക്കിപ്പോ ഈ എന്താ പറഞ്ഞ ചാനലുകളും ഇല്ലേ ഒരുപാട് ഉപദേശം നൽകാൻ ഇഷ്ടം പോലെ ഉണ്ട്. കലിയുഗത്തിന്റെ ആ ധർമ്മം അനുസരിച്ച് തന്നെ പ്രഭാഷകന്മാരും ഇല്ല ആചാര്യന്മാരും ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നത്
ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവത ധർമ്മത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം ഒരു കാര്യത്തെ പറ്റി ഒരാൾ പറയും, മറ്റൊരാൾ അതേ കാര്യം തന്നെ വേറൊരു തരത്തിൽ പറയും. ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആക്കുന്ന വിധത്തിൽ ഒരുപാട് ഗുരുക്കന്മാരൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിലുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യേകം പറഞ്ഞത്, തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ആകെ ചക്രപ്പെടുത്തും, ഉള്ള അറിവും കൂടെ നിങ്ങളെ ആകെ കൺഫ്യൂഷൻ ആക്കും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരീരം കൊണ്ട് സാധിക്കേണ്ടതാണ്. അപ്പം ആ സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ, അത് ഗുരുവായിക്കോട്ടെ, ശിഷ്യനായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, ഇതെല്ലാം ക്ഷേത്രജ്ഞ ഭഗവാൻ പറഞ്ഞ ഈ തത്വത്തെ ഉൾക്കൊള്ളാതെ ഇതൊന്നും പ്രപഞ്ചത്തിൽ ഒന്നും നിലനിൽക്കരുത്. സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങൾ പോലെ ഒരു മണൽത്തരി വരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രജ്ഞ സംയോഗത്തിലൂടെയാണ് എന്ന് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവചരാചരങ്ങളും പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയുക. ഈ തത്വത്തെ വെളിപ്പെടുത്താനാണ് രാധാകൃഷ്ണ വിഗ്രഹം വെച്ച് പൂജിക്കുന്നതിന്റെ തത്വം തന്നെ പുരുഷഭാവത്തിൽ ശ്രീകൃഷ്ണനെയും പ്രകൃതി സ്ത്രീയുടെ രൂപത്തിൽ രാധയെയും കണ്ടുകൊണ്ട് അത് ചേർന്നിരിക്കുന്ന ഭാവത്തിൽ രാധാകൃഷ്ണന്മാരെ പൂജിക്കുന്നതിന്റെ യഥാർത്ഥ തത്വബോധം ഈ സംഗമത്തെയാണ്. അതായത് ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗത്താലാണ് ഈ ജഗത്ത് മുഴുവൻ നിലനിൽക്കുന്നത് എന്ന് കാണിക്കാനാണ് ലക്ഷ്മിനാരായണ സങ്കല്പമായാലും ഉമാമഹേശ്വര സങ്കല്പമായാലും സ്ത്രീപുരുഷ സങ്കല്പത്തിൽ കാണുന്നതൊക്കെ ഈ ക്ഷേത്രജ്ഞ സംയോഗത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിരൂപങ്ങളാണ്, നാമരൂപങ്ങളാണ് എന്ന് ആത്യന്തികമായിട്ട് അറിയുക. അത് നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ ശരീരം ഗുരുവായൂരപ്പന്റെ അപരാശക്തിയും ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന അവരവരുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ ഗുരുവായൂരപ്പന്റെ പരാശക്തിയുമാണ്. ഇത് രണ്ടും ഉള്ള സംയോഗത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതാണ് ക്ഷേത്രജ്ഞ സംയോഗത്തിന്റെ ഏറ്റവും ആത്വികമായിട്ടുള്ള അർത്ഥം. നമ്മൾ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ ഇത് സാക്ഷാത്കരിക്കണം. ഈ പച്ചയായ ശരീരം ഗുരുവായൂരപ്പന്റെ അപരാശക്തിയും ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ ഗുരുവായൂരപ്പന്റെ പരാശക്തിയുമാണ്. ഇതിന്റെ സംയോഗത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ബോധം ഈ ശരീരത്തിലൂടെ തന്നെ നമ്മൾ ഉറപ്പിക്കണം. അത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അനുഭവിച്ചറിയാൻ സാധിച്ചാൽ അതാണ് ഈ തത്വത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനസൽസ്യ വിനശ്യന്ത്യം പശ്യതി സ പശ്യതി. സകല ചരാചരങ്ങളിൽ സമമായി സ്ഥിതി ചെയ്യുന്ന പരമേശ്വരനെ, പരമാത്മാവിനെ നാശമുള്ള വസ്തുക്കളിലെ നാശമില്ലാത്തവനായിട്ട് യാതൊരുവൻ കാണുന്നുവോ അവൻ അത്രേ സത്യദർശി. അപ്പൊ സത്യദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ സത്യദർശി ആരാണ് എന്നുകൂടി ഇവിടെ ഭഗവാൻ വ്യക്തമാക്കാണ്. സർവചരാചരങ്ങളും നശ്വരങ്ങളാണ്, ആ നശ്വരമായ പരമാത്മാവ് അവയിലെല്ലാം വ്യാപിച്ചു നിൽക്കുന്നു. നശ്വര വസ്തുക്കൾ നശിക്കുമ്പോഴും പരമാത്മാവിന് നാശമില്ല. നശ്വര വസ്തുക്കളിലും പരമാത്മാവിനെ ദർശിക്കാൻ കഴിയുന്നതാണ് സത്യദർശനം. അതായത് നമ്മുടെ ശരീരം നശിക്കുന്നതാണ്, ശരീരത്തിൽ നശിക്കാതിരിക്കുന്നത് ഭഗവാന്റെ ശക്തിയാകുന്ന നമ്മുടെ ജീവാത്മാവാണ്. ഇനി ആ എത്ര ജന്മങ്ങൾ എടുത്താലും എത്രയെത്ര ശരീരങ്ങൾ എടുത്താലും 84 ലക്ഷം തരം ജീവജാലങ്ങളിലൂടെ കടന്നു വന്നിട്ടും ഇപ്പൊ മനുഷ്യജന്മം കിട്ടിയിട്ട് എത്രയെത്ര ജന്മങ്ങൾ പോയാലും വേണ്ടില്ല, ശരീരം നശിക്കുന്നതാണ്. ഈ ശരീരത്തിൽ നാശമില്ലാതെ നിൽക്കുന്നത് ജീവാത്മാവാണ്. അപ്പം ഈ ജീവാത്മാവ് നശിക്കാത്തതാണെന്ന് ഉറപ്പിക്കണം. പിന്നെ എത്ര ജന്മങ്ങൾ എടുത്താലും നശിക്കുന്നതായ ശരീരത്തിന്റെ കാരണവും അപരാശക്തിയായിട്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ് ശരീരത്തിനും വർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നാശത്തിന് വിധേയമായിരിക്കുന്ന ശരീരത്തിന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും അതിന്റെ സംഹാരത്തിനും കാരണമായിരിക്കുന്നത് ഈ പരാശക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് സത്യദർശനം. അതായത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം, ഈ സംയോഗം എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള ഭാവത്തിൽ രണ്ടായിട്ട് കാണുന്ന നമ്മുടെ ശരീരത്തെ, ജീവൻ വേറെ ശരീരം വേറെ എന്ന് ചിന്തിക്കാതെ രണ്ടും ഒന്നാണെന്ന ഭാവത്തിൽ ആര് കാണുന്നുവോ അവൻ സത്യദർശിയാണ്. അപ്പൊ ടോട്ടലിൽ ആരാണ് ഗുരുവായൂരപ്പൻ? ഒരു നമ്മുടെ പ്രാണൻ നശിക്കാത്ത പ്രാണൻ, ആ ശരീരത്തിലാകുന്ന വസ്തുവിൽ നിലനിൽക്കുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വായുവിന്റെ പ്രേമത്താലാണ്. അതിലാണ് പ്രാണനാകുന്ന ഗുരു നിലനിൽക്കുന്നത്. അത് വായുബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. വായു അദൃശ്യമാണ്.
എന്നാലും അതിന്റെ പ്രഭാവത്തിലാണ് പ്രാണൻ ശരീരത്തെ ചലിക്കുന്നത്. ശരീരം നശിച്ചാലും നശിക്കാതെ നിൽക്കുന്ന ഈ പ്രാണൻ ആണ് ഗുരുവായൂരപ്പനുമെങ്കിൽ, ഗുരുവായൂരപ്പന്റെ തന്നെ അപരാശക്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, പ്രകൃതിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ശരീരവും. അപ്പൊ ഈ രണ്ടും ഒന്നാണ്. എൻ്റെ ശരീരവും എൻ്റെ ശരീരത്തിലെ ജീവനും ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന ബോധത്തിൽ ഉറച്ചാൽ അത് സത്യദർശനം. അതുകൊണ്ട് സമം പശ്യൻ ഹി സർവത്ര സമ അവസ്ഥിതമീശ്വരം നാ ഹിനിസ്ത്യാത്മനാത്മാനം തതോ യാതി പരം. ഈ പറയുന്ന കാര്യം ശരീരത്തിലൂടെ തന്നെ സാക്ഷാത്കരിക്കണം. നിങ്ങൾ ചുറ്റുമുള്ളതിനെ ഇല്ലെങ്കിൽ ബാക്കിയുള്ളയിടത്ത് പോയിട്ട് അന്വേഷിക്കരുത്. നമ്മുടെ ശരീരത്തിലൂടെ തന്നെ, ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പോലും, ഗുരുവായൂർ പോയിട്ട് പോലും ഈ തത്വത്തെ ആദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അവിടെയും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കൂ. നമ്മുടെ ശരീരത്തിൽ ആദ്യം സാക്ഷാത്കരിക്കാത്തിടത്തോളം കാലം ഗുരുവായൂർ പോയാലും ഗുരുവായൂരപ്പനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കും, കാണുകയില്ല. അതുകൊണ്ട് സമം പശ്യൻ ഹി സർവത്ര സമാവസ്ഥിതമീശ്വരം നാ ഹിനസ്ത്യാത്മനാത്മാനം തതോ യാതി പരാംഗതി. എന്തെന്നാൽ എല്ലായിടത്തും സമമായി സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ കാണുന്നവൻ തന്നെയാണ് ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. അതിനാൽ അവൻ പരമഗതിയെ, മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യും. ഈ സത്യദർശി ആരാണെന്ന് പറഞ്ഞു? എല്ലായിടത്തും ഒരേ ശക്തിയെ കാണാൻ സാധിക്കുന്നതാണ്. തൻ്റെ ശരീരത്തിലും മറ്റ് ചരാചരങ്ങളിലും വർത്തിക്കുന്ന ശക്തി ഒന്നാണെന്ന് കാണുന്ന ആളാണ് സത്യദർശി. ആ സത്യത, അതായത് എല്ലായിടത്തും സമമായി സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ കാണുന്നവൻ തന്നെ അല്ലെങ്കിൽ താൻ തന്നെ അതാണ്. ആത്മാവിനെ നശിപ്പിക്കില്ല. അങ്ങനെയുള്ളവർ വെറുതെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ആത്മാവിനെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ കർമ്മബന്ധനങ്ങളിൽ പെട്ട് വീണ്ടും വീണ്ടും ജനിക്കുന്ന, ഇല്ലെങ്കിൽ ജന്മത്തിന് കാരണമായി ഭവിപ്പിക്കുന്നത് തന്നെ ആത്മത്തിന്റെ നാശമുണ്ടാകുന്നത്. അതായത് യഥാർത്ഥത്തിൽ ആത്മാവ് ഈശ്വരന്റെ അംശമാണ്. അത് കിട്ടിയിട്ട് അത് ഈശ്വരനിലേക്ക് എത്തിക്കുന്നില്ല. അതിനെ പല ശരീരങ്ങളിലൂടെ വ്യാപരിച്ച് വീണ്ടും വീണ്ടും ജനിച്ചു വരുന്നത് അത് ആത്മാവിന്റെ നാശമാണെന്നർത്ഥം. അതായത് വീണ്ടും വീണ്ടും ശരീരം പ്രാപിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മുക്തി കൊടുക്കുന്നില്ല. നമ്മുടെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് ആ ആത്മാവിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് യഥാർത്ഥത്തിൽ ഈശ്വരന്റെ വസ്തുവാണെങ്കിൽ ഈശ്വരനിലേക്ക് എത്താൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മുടെ കർമ്മബന്ധനങ്ങളെ കൊണ്ട് അതിനെ ബന്ധിച്ച് നിർത്തിയിരിക്കാം. അതുകൊണ്ട് അപ്പൊ ആത്മാവിനെ നമ്മൾ വിചാരിച്ച നശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടത്. നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തിയെ നമ്മൾ ദുർവിനിയോഗം ചെയ്താൽ തന്നെ ഫലത്തിൽ ആ ആത്മനാശമാണ് സംഭവിക്കുക. അതായത് യഥാർത്ഥത്തിൽ ഈശ്വരന്റെ ശക്തിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തോന്നിവാസം ജീവിച്ചാലും അതിനൊക്കെ ഈ തോന്നിവാസം ന്യായമായിട്ടോ അന്യായമായിട്ടോ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഉപാധി ഈ ശരീരവും, ആ ശരീരത്തിലൂടെ നേടുന്ന കർമ്മബന്ധനങ്ങളെ വീണ്ടും വേറൊരു ശരീരത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ ജീവന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ഈ ആത്മാവിനെ നമ്മൾ ബന്ധിച്ച് നിർത്തിയിരിക്കുക. അതിനാൽ അവനെ പരമഗതിയെ, മോക്ഷത്തെ പ്രാപിക്കാൻ ഇടവരണമെന്നുണ്ടെങ്കിൽ ആത്മാവിനെ നശിപ്പിക്കാതെ അതിനെ ദുർവിനിയോഗം ചെയ്യുന്ന പറഞ്ഞാൽ വീണ്ടും വീണ്ടും ശരീരപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകാൻ ഇടവരുന്ന വിധത്തിൽ ചിന്തയും വാക്കും പ്രവൃത്തികളും മാറിയാൽ ഈ ആത്മാവിന് പരമഗതിയെ കൊടുക്കാൻ ഇടവരാതെ, അതായത് മോക്ഷത്തിലേക്ക് എത്തില്ല എന്നർത്ഥം. അതായത് ആശ്ചര്യരഹിതമായ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയുന്നതല്ല. അത് സത്യമാണ്. 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അജ്ഞാനികൾ, അതേപ്പറ്റി യഥാർത്ഥ ബോധമില്ലാത്തവർ അനാത്മാവിനെ, അതായത് ദേഹിയാണ് ഈ ആത്മാവ് എന്ന് ധരിച്ച് ശരീരം മനോബുദ്ധികളിൽ ഭ്രമിച്ച് അതിനെ നശിപ്പിക്കുകയും മറ്റൊന്നിനെ സ്വീകരിക്കുക, അതായത് ശരീരത്തെ നശിപ്പിക്കുകയും വീണ്ടും പുതിയൊരു ശരീരം സ്വീകരിക്കുകയും തൽഫലമായിട്ട് ജനനമരണങ്ങളായിട്ട് വർത്തിക്കുന്നു. സർവവ്യാപിയായ ഈശ്വരനെ, പരമാത്മാവിനെ കാണുന്നവൻ സ്വസ്വരൂപമായി അതിനെ കാണും. അത് തന്നെയാണ് പരമപദം. അതായത് ജീവൻ മുക്ത ഭാവം അഥവാ പരമപദം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ തത്വദർശനത്തെ അല്ലെങ്കിൽ സത്യദർശനത്തിലൂടെ ശരീരത്തെ ഉപയോഗിക്കണം എന്നർത്ഥം. അപ്പോൾ ഒരിക്കലും ആത്മാവിനെ നമ്മൾ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ഒരു ശരീരപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിൽ കർമ്മങ്ങളെ ശുദ്ധിയില്ലാതെ ഉപയോഗിക്കാം, കർമ്മബന്ധനങ്ങളിൽ പെടുക. അവിടെയാണ് ഈ ആത്മാവിനെ, ജീവനെ വീണ്ടും വേറൊരു ശരീരപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് ആത്മാവിനെ സംബന്ധിച്ചുള്ള അസ്വാതന്ത്ര്യതയാണ്.
കാരണം ഈശ്വരന്റെ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നിരന്തരം മായയിൽപ്പെടുത്തി ബന്ധിച്ചു നിർത്തിയിരിക്കുന്നതുകൊണ്ട് അതിന് സ്വതന്ത്ര ഭാവം കിട്ടുന്നില്ല. അതനുസരിച്ച് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഈശ്വരന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തോന്നിവാസം ഓരോന്ന് ചെയ്യുന്നത്. കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പോയി അതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ശരീരം ഉപയോഗിച്ച് ശരീരം എല്ലാ കാലത്തും നിലനിൽക്കില്ല. അത് ജീർണത വരുമ്പോൾ അത് നശിക്കും. ആ ജീവൻ തന്നെ എന്തൊക്കെ ആഗ്രഹങ്ങളോ ഏതൊക്കെ കർമ്മബന്ധനങ്ങളാണോ പെട്ടിരിക്കുന്നത്, ആ ജീവൻ അതൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോയി ചേരും. അതാണ് ശരീരത്തെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ദുർവിനിയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതർത്ഥം. അപ്പൊ അതുകൊണ്ട് നാശരഹിതമായ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ എത്രയൊക്കെ ശരീരങ്ങൾ എടുത്താലും ഏതേത് ഭാവത്തിൽ വർദ്ധിച്ചാലും വേണ്ടില്ല, അതിനെ ഒരിക്കലും നമുക്ക് നമ്മുടെ അറിവ് കൊണ്ടോ ഇല്ലേ ഒരിക്കലും ഒരു ശക്തിക്കും ഒരു ടെക്നോളജിക്കും ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ അജ്ഞാനികൾ, യഥാർത്ഥ അറിവില്ലാത്തവർ, അനാത്മാവിനെ ശരീരമാണെന്ന് ധരിച്ച്, ആത്മാവായിട്ട് ധരിച്ച് ശരീര മനംബുദ്ധികളിൽ അതിലെല്ലാം ഭ്രമിച്ച് ഈ ഭൗതിക ലൗകിക വിഷയങ്ങളിൽ രമിച്ച് നടക്കുമ്പോൾ അത് ദുർവിനിയോഗം ചെയ്യപ്പെടുക ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും ജനന മരണങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ട് വരുന്നത്. അതായത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്താൽ അതിന്റെ യഥാർത്ഥ യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നർത്ഥം. അതാണ് പറഞ്ഞത്. അതാണ് ശരീരബോധം എന്ന് പറയുന്നത്. നമ്മൾ ഈ ശരീരമാണ് സത്യം, അത് കിട്ടുമ്പോൾ സന്തോഷിക്കും, നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കാൻ ഇടവരുന്നത് ഒക്കെ അതുകൊണ്ടാണ്. അതാണ് ഈ ശരീരബോധം. ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തണം. അതാണ് ആത്മാന്വേഷണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദവി എന്നർത്ഥം. അതുകൊണ്ട് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ അറിവ് നേടണം. ഇല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഈ ശരീരമാണ് സത്യം, ഈ ജഗത്താണ് സത്യം, കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് സത്യം എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പരക്കമായി എന്ന് പറയുന്നതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് അവിദ്യാദി ദോഷങ്ങളാണ് വീണ്ടും ജനന മരണങ്ങളിലേക്ക് പോവാന്ന് പറയുന്നത്. ഏറ്റവും വലിയ എല്ലാ കർമ്മങ്ങളും ദോഷത്താൽ ലേപനം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കാരണം അതാ. കാരണം എന്നുവരെ ഈ സത്യത്തെ സാക്ഷാത്കരിക്കാത്തിടത്തോളം കാലം പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രകൃത്യൈവച കർമാണി ക്രിയമാണാനി സർവശഃ യാ പശ്യതി സദാത്മാനം അകർത്താരം സപശ്യതി. എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും പ്രകൃതിയാണ് എന്ന് ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും യാതൊരുവൻ കാണുന്നുവോ അവൻ സത്യാവസ്ഥ മനസ്സിലാക്കും. പ്രകൃതി തന്നെയാണ് ത്രിഗുണാത്മകമായ മായ. പരമാത്മാവ് ഒന്നും ചെയ്യാതെ സാക്ഷി മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ആത്മസാന്നിധ്യമില്ലെങ്കിൽ ഒരു കർമ്മവും നടക്കുകയുമില്ല. അപ്പൊ നമുക്ക് ഈ തോന്നിവാസം ജീവിക്കണമെങ്കിലും ഈശ്വരനോ ഉണ്ടെന്നോ ഇല്ലെന്നോ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് ക്ഷേത്രജ്ഞ സംയോഗം, ഈശ്വരന്റെ അനുഗ്രഹം ഇല്ലാതെ ശരീരം വരെ നിർമ്മിക്കപ്പെടില്ല. ശരീരത്തെ ജീവൻ നിലനിൽക്കില്ല. അതിനെ യോജിപ്പിച്ച് നിർത്തിയിരിക്കാൻ ഭഗവാനാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ശരീരബോധമില്ലാതെ അജ്ഞാനത്തിന്റെ മറവിൽ ലൗകിക ഭൗതിക സുഖങ്ങൾ രമിച്ച് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് ജീവിക്കുമ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും പ്രകൃതി, അതായത് ഈ ശരീരമാണ് കാരണം. ചെയ്യുന്നതൊന്നും ആത്മാവൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇഷ്ടം പോലെ എത്ര പ്രാവശ്യം ജന്മങ്ങളെടുത്ത് ഏതേത് ശരീരങ്ങളിൽ വർത്തിച്ചാലും ഈ ആത്മാവ് നേരിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ സാക്ഷിവർത്തത്തിൽ ആ ശക്തി, ആ ചൈതന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നതെന്നർത്ഥം. അപ്പം യാതൊരുവൻ ഈ സത്യാവസ്ഥ, അതായത് ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. അതിന് ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും അതിനെ ബന്ധിക്കാനും സാധ്യമല്ല. പക്ഷേ അത് വീണ്ടും വീണ്ടും ശരീരത്തിലൂടെ അനുഭവങ്ങൾക്കും അത് വീണ്ടും ശരീരപ്രാപ്തിക്കും കാരണമായിട്ട് സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നത് ഈ ചൈതന്യഭാസം തന്നെയാണ്. പ്രകൃതി തന്നെയാണ് ത്രിഗുണാത്മകമായ. അതായത് ഈ മായ തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രത്യക്ഷേണ കൃതം പ്രകൃതി. പ്രത്യക്ഷമായിട്ട് കാണുന്ന, ഉണ്ടായിട്ടുള്ളത്, കാണാനും കേൾക്കാനും പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളതും പ്രകൃതിയുടെ ഒരു ഭാവമാണ്. പ്രകൃതിക്ക് മറ്റൊരു ഭാവമാണ് പ്രകക്ഷേണകൃതം പ്രകൃതി. അതായത് നമ്മുടെ ജീവൻ, അതാണ് ആത്മാവ്. അത് പ്രകർഷേണ അവ്യക്ത സ്വരൂപ. അതൊരിക്കലും തിരിച്ചറിയാൻ സാധ്യമല്ല. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഈ ശരീരത്തിലൂടെ അത് അനുഭവിക്കാൻ സാധിക്കും, മറ്റൊരു ശരീരത്തിലൂടെ അനുഭവിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ പ്രകർഷേണ വർത്തിക്കുന്ന ജീവനാണ് നമ്മുടെ ഈ പ്രത്യക്ഷമായിരിക്കുന്ന ശരീരത്തിനും കാരണമായി ഭവിക്കുന്നത്. പ്രത്യക്ഷമായിരിക്കുന്ന ഏതേത് സ്ഥാവരമായിട്ടോ ജംഗമമായിട്ടോ എന്തൊക്കെയുണ്ടോ ചരാചരങ്ങളുണ്ടോ എല്ലാം ഈ
പ്രത്യക്ഷ പ്രകൃതിയുടെ ഭാവമാണ്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. അതിനെ ജയിക്കണം. ആ മായയെ ജയിച്ചാൽ പരമാത്മാവ് ഒന്നും ചെയ്യാതെ അത് കേവലം സാക്ഷി രൂപത്തിലാണ് ഈ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ശരീരത്തിന് നാഥനായിരിക്കുന്ന ജീവൻ എൻ്റെ ശരീരത്തിൽ തന്നെ വർത്തിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകും. എന്നാൽ പരമാത്മാ സാന്നിധ്യമില്ലെങ്കിൽ, ഈ ജീവന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല. നമുക്ക് ചിന്തിക്കാനോ പറയാനോ സാധ്യമല്ല. ഒരു നിരീശ്വരവാദിക്ക് പോലും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ ഈ ജീവൻ ഉണ്ടായിരിക്കണം. ആ ജീവൻ ഇല്ലാതെ അയാൾക്ക് മിണ്ടാൻ പോലും പറ്റില്ല. ആ സത്യത്തെ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യഥാഭൂതവിദ്ഭാവം ഏകസ്ഥാനം ഉപപശ്യതി തഥ ഏവച വിസ്ഥാനം ബ്രഹ്മസമ്പദ്യത്തെ തഥ. ചരാചരങ്ങളായിരിക്കുന്ന ഭൂതങ്ങളുടെ വെവ്വേറെയുള്ള ഭാവം ഒന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുവെന്നും അതിൽ നിന്ന് തന്നെ വിസ്താരമാർന്നതാണെന്നും ഒരുവൻ എപ്പോൾ കാണുന്നുവോ അവൻ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു. തന്റെ ആത്മാവും സർവഭൂതാന്തരാത്മാവും ഏകമെന്ന സമ്യക് ദർശനം ലഭിക്കുമ്പോൾ അവൻ ബ്രഹ്മഭാവത്തിലേക്ക് ഉണരുന്നു. അവൻ ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു. അതാണ് ഭാവാദ്വൈതം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ രണ്ടായിട്ട് നിൽക്കുന്ന ഭാവത്തിൽ നിൽക്കുന്നതിനെ ഒന്നായി കാണണം ആദ്യം. അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം. അത് കണ്ടിട്ട് മാത്രമേ മറ്റുള്ള ശരീരങ്ങളിൽ ഇരിക്കുന്നതും എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ശക്തി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത് എന്ന സമദർശനം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കണം. ആ സാക്ഷാത്കരിച്ച കാര്യം പ്രത്യക്ഷത്തിൽ എത്രയെത്ര ശരീരങ്ങൾ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും കാണുന്നുവോ അതെല്ലാം ഈ ഒരേ ശക്തിയുടെ പ്രഭാവമാണ്. നാമരൂപങ്ങളിൽ വ്യത്യസ്തമായ നാമരൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ വർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം വർത്തിക്കുന്ന ശക്തി ഒന്ന് തന്നെയാണെന്നുള്ള ഭാവാദ്വൈതത്തിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. അത് ഈ ശരീരത്തിലൂടെ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ശരീരത്തിലൂടെ സാക്ഷാത്കരിച്ചാലാണ് ഈശ്വര സാക്ഷാത്കാരം യഥാർത്ഥ. ആദ്യം നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കണം. പിന്നെ പുറമെ എന്തൊക്കെ കാണുന്നോ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ ഈശ്വരൻ തന്നെയാണ്, ഒരേ ശക്തിയാണ് എന്ന അദ്വൈത അനുഭൂതിയിലേക്ക് എത്തണം എന്നർത്ഥം. അപ്പോൾ മാത്രമേ അത് ശരീരം കൊണ്ട്, ശരീരമാധ്യം കലു ധർമ്മസാധനം, തോന്നിവാസം തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ കിട്ടിയിട്ടുള്ള ശരീരമാണ് എന്ന് ധരിക്കുന്നതാണ് ഏറ്റവും വലിയ അജ്ഞത. മനുഷ്യജന്മത്തിലൂടെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. അപ്പൊ ആ മനുഷ്യജന്മം കിട്ടിയിട്ടും വീണ്ടും ഈ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ പെട്ട് ജീവിച്ചാൽ ഒരിക്കലും ആ സാക്ഷാത്കാരം നടക്കുന്ന പ്രശ്നമില്ല. എത്രയൊക്കെ ഭക്തിഭാവത്തെ വർദ്ധിച്ചാലും ഈശ്വരനെ രണ്ടായിട്ട് കണ്ടാൽ ഒരിക്കലും അവന് ജീവൻ മുക്തി അനുഭവിക്കാൻ സാധ്യമല്ല. ജീവൻ മുക്തഭാവത്തിലേക്ക് എത്തുകയുമില്ല. ഭക്തിയിൽ തന്നെ ബന്ധനമുണ്ട്. ഭക്തിയിൽ നമ്മൾ യുക്തിസഹജമായിട്ട് അനന്യ ചിന്തയന്തോ മാം യേജനാ പരിവാസതേ ദേശാം നിത്യാഭിയുക്താനം യോഗക്ഷേമം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയാണ്. അതായത് അദ്വൈത അനുഭൂതി, ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതത്തിലാണ് സമ്യക് ദർശനം ഉണ്ടാകുക. അതായത് പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളിലും ഒന്നായിട്ട് കാണാൻ സാധിക്കുക. നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഒക്കെ കർമ്മങ്ങളാണ്. അതുമൊക്കെ അദ്വൈത ഭാവത്തിലെത്തണം. ഇത് സാക്ഷാത്കരിച്ചാലാണ് മനുഷ്യജന്മത്തിന്റെ പൂർത്തീകരണം നടക്കും. അവിടെ പൂർണ്ണത വരും. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ജനിക്കാൻ കാരണമായിട്ട് വരും. അത് ഭക്തിയിൽ നടന്നാൽ പോലും എന്തൊക്കെ പഠിച്ചാലും വേണ്ടില്ല, ഭാഗവതം മുഴുവൻ പഠിച്ചാലും വേണ്ടില്ല, വേദങ്ങൾ മുഴുവൻ പഠിച്ചാലും വേണ്ടില്ല, വൈദിക കർമ്മങ്ങൾ പഠിച്ചാലും വേണ്ടില്ല, നാരായണീയം വായിച്ചാലും വേണ്ടില്ല, എല്ലാ സഹസ്രനാമം ചെയ്യുന്നു പറഞ്ഞാലും വേണ്ടില്ല, എത്ര തീർത്ഥാടനം നടത്തി എന്ന് പറഞ്ഞാലും വേണ്ടില്ല. ഇവിടെയൊക്കെ എന്ന് വരെ ഈ സമ്യക് ദർശനത്തിലേക്ക് എത്തുന്നില്ലയോ അന്ന് വരെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അവിടെ പരമോദം പ്രാപിക്കലും അതുവരെ നടക്കില്ല എന്നർത്ഥം. അപ്പം ശരീരത്തിലൂടെ ആത്യന്തികമായിട്ട് നമ്മൾ എത്തേണ്ടത് ഈശ്വരനിലേക്ക് തന്നെയാണ്. ആ ശരീരം ഉപേക്ഷിച്ചാലും ഈശ്വരനിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കാൻ സാധിക്കണം. അതാണ് ആത്മനിവേദനം, ആത്മസമർപ്പണം എന്ന് പറയുന്ന ഭക്തിയുടെ 9ാമത്തെ പടി. അതിന് ശരീരമാണ് ഉപാധി. ശരീരത്തിലുള്ള ജീവൻ ഗുരുവായൂരപ്പന്റെ പരാശക്തിയും ഈ ശരീരം ഗുരുവായൂരപ്പന്റെ അപരാശക്തിയാണ്. ഇത് നമ്മുടെ ശരീരത്തിലൂടെ തന്നെ സാക്ഷാത്കരിച്ച് മറ്റുള്ള ശരീരങ്ങളിൽ വർത്തിക്കുന്നതും ഇത് തന്നെയാണ് എന്ന ഭാവത്തിലേക്ക് എത്തുമ്പോഴേ അദ്വൈത അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കൂ. അവിടെ മാത്രമേ സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ.
അതുകൊണ്ട് അതെല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയണ്ടാം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യ ശുഭവന്ത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.